ഏഷ്യയിലെ തന്നെ അറിയപ്പെടുന്ന സ്വർണ്ണ വ്യവസായിയായ ജോയ് ആലുക്കാസിന് യുഎഇയിൽ വെച്ചുണ്ടായ ആ വാശിയാണ് അദ്ദേഹത്തെ ഇന്ന് കാണുന്ന ശതകോടീശ്വരനായി മാറ്റിയെന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. 2000 ഒരു റോൾസ് റോയ്സ് കാർ കണ്ടിഷ്ടപ്പെട്ടത് വാങ്ങാൻ ദുബായിലെ റോൾസ് റോയ്സിൻ്റെ ഷോറൂമിൽ ചെന്നു അദ്ദേഹം. പക്ഷേ അപമാനിതനായി. എന്നാൽ പിന്നെ ആ കാർ തന്നെ താൻ വാങ്ങിച്ചിരിക്കും എന്ന വാശിയിൽ അതേ കാർ തന്നെ ആ നിമിഷം വാങ്ങിക്കൂട്ടിയ ജോയ് ആലുക്കാസ് തൻ്റെ ജ്വല്ലറിയിൽ നിന്നും കൂടുതൽ സ്വർണം വാങ്ങിയയാൾക്ക് അത് സമ്മാനമായി നൽകി പകരം വീട്ടി. ഇന്ന് ജോയ് ആലുക്കാസിൻ്റെ ശേഖരത്തിൽ റോൾസ് റോയ്സ് കള്ളിനൻ ഉൾപ്പെടെ നിരവധി റോൾസ് റോയ്സ് കാറുകളുണ്ട്. മധുരമായൊരു പകരം വീട്ടലായിരുന്നു അത്. സംഭവം നടന്നത് ഇങ്ങനെയായിരുന്നു. തനിക്കൊരു റോൾസ് റോയ്സ് കാർ കാണണമെന്ന് ജോയ് ആലുക്കാസ് സെയിൽസ്മാനോട് പറഞ്ഞു. പക്ഷേ സെയിൽസ്മാൻ്റെ ആളെ തിരിച്ചറിയാതെയുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇല്ല, നിങ്ങൾക്കൊരു കാർ വാങ്ങണമെങ്കിൽ നേരെ മിത്സുബിഷിയുടെ ഷോറൂമിലേക്ക് പോകൂ, അവിടെ നിങ്ങൾക്ക് പറ്റിയ ഒരു കാർ നിങ്ങൾക്ക് ലഭിക്കും. ഇതായിരുന്നു സെയിൽസ്മാൻ്റെ പ്രതികരണം. തീർത്തും അപമാനിതനായ ജോയ് ആലുക്കാസ് വേറൊന്നും ചിന്തിച്ചില്ല. ആ നിമിഷം തന്നെ അതേ റോൾസ് റോയ്സ് കാർ വാങ്ങിക്കൂട്ടാൻ തീരുമാനിച്ചു. പക്ഷേ ആ കാർ വാങ്ങിയ ശേഷം തനിക്ക് ശരിക്കും ഇത്തരമൊരു ആഡംബര കാർ യുഎഇയിൽ ആവശ്യമില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതോടെ തൻ്റെ ആഭരണങ്ങളിൽ നിന്നും 500 ദിർഹം വിലയുള്ള സ്വർണം വാങ്ങുന്ന ആദ്യ വ്യക്തിക്ക് ഈ കാർ സമ്മാനമായി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് ജോയ് ആലുക്കാസ് എന്ന ബ്രാൻഡിൻ്റെ പ്രതിച്ഛായ ഗണ്യമായി ഉയർത്തിയ ഒരു തീരുമാനം കൂടിയായിരുന്നു. സംഭവം നടന്നത് 2000 ഓർക്കണം. 2000 ഇത്തരമൊരു മെഗാ ലക്കി ഡിപ്പ് സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന കാലമായിരുന്നു എന്നുകൂടി ഓർക്കണം. കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ കോടീശ്വര പട്ടികയിൽ 50ാം നമ്പറുകാരനായ ജോയ് ആലുക്കാസ് ഇപ്പോൾ ജോയ് ആലുക്കാസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. പശ്ചിമേഷ്യയിലെ ഒരു സ്വർണ്ണ റീറ്റെയിൽ ഭീമനായി മാറിയ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിന് ഇന്ന് 11 രാജ്യങ്ങളിലായി 160-ലേറെ ഷോറൂമുകളുണ്ട്. 2024 ഫോബ്സ് ബില്യണയർമാരുടെ പട്ടികയിൽ 712ാം സ്ഥാനത്തും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 50ാമത്തെ ധനികനുമായ ജോയ് ആലുക്കാസിന് ഇപ്പോൾ നിരവധി റോൾസ് റോയ്സ് കാറുകൾ സ്വന്തം ഗാരേജിലുണ്ട്. ഈ വർഷം മാർച്ചിലാണ് ജോയ് ആലുക്കാസ് 6 കോടി രൂപ മതിക്കുന്ന റോൾസ് റോയ്സ് കള്ളിനൻ വാങ്ങിക്കൂട്ടിയത്. ആരായിരുന്നു ജോയ് ആലുക്കാസ്? ജുവലറി ബിസിനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു കുടുംബത്തിലാണ് ജോയ് ആലുക്കാസ് ജനിച്ചത്. 1976 തൃശൂർ സെൻറ് തോമസ് കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അവിടെ നിന്ന് തൻ്റെ സ്വർണവുമായുള്ള സംരംഭക യാത്ര ആരംഭിച്ചു. പിതാവ് ആലുക്കാസ് വർഗീസ് 1956 തൃശൂരിൽ 200 ചതുരശ്രടി മാത്രം വിസ്തീർണമുള്ള ഒരു ചെറിയ റീറ്റെയിൽ സ്റ്റോർ ആരംഭിച്ചിരുന്നു. അവിടെയായിരുന്നു ആലുക്കാസ് ജ്വല്ലറിയുടെ അടിത്തറ. കാലക്രമേണ കഠിനാധ്വാനം കൊണ്ട് ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു. 2020 കുടുംബം പല വഴിക്കായി സ്വർണ്ണ വ്യാപാരം തുടങ്ങിയപ്പോൾ ജോയ് ആലുക്കാസിൻ്റെ ഷോറൂമുകൾ 11 87 ജോയ് ആലുക്കാസ് മിഡിൽ ഈസ്റ്റിലേക്ക് കടക്കുകയും തങ്ങളുടെ ആദ്യത്തെ വിദേശ ജ്വല്ലറി അബുദാബിയിൽ തുറക്കുകയും ചെയ്തു. ഈ നീക്കമാണ് ജോയ് ആലുക്കാസിൻ്റെ അന്താരാഷ്ട്ര ജ്വല്ലറി സാന്നിധ്യത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോഴിതാ ഇന്ത്യയിലുടനീളമുള്ള 84 ഔട്ട്ലെറ്റുകളും 43 വിദേശ ലൊക്കേഷനുകളും. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ്റെ തലവനായ ഭാര്യ ജോളി ജോയിയും അന്താരാഷ്ട്ര ജ്വല്ലറി ബിസിനസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ മകൻ ജോൺ പോളും ജോയ് ആലുക്കാസിൻ്റെ ഒപ്പമുണ്ട്. ആഭരണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ജോയ് ആലുക്കാസിൻ്റെ സാമ്രാജ്യം. ആലുക്കാസ് മണി എക്സ്ചേഞ്ച്, വസ്ത്രശാലകൾ, മാളുകൾ, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെ നിരവധി സംരംഭങ്ങളിൽ ഇന്ത്യയിൽ തന്നെ പേരെടുത്ത ബ്രാൻഡാണ് ജോയ് ആലുക്കാസും ആ വ്യക്തിയും. കേരളത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നും ആഗോള ജ്വല്ലറി സാമ്രാജ്യത്തിൻ്റെ അമരത്തിലേക്കുള്ള ജോയ് ആലുക്കാസിൻ്റെ യാത്ര അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ബിസിനസ് വിവേകത്തിൻ്റെയും തെളിവ് തന്നെയാണ്.